കേരളം കടുത്ത പ്രളയക്കെടുതിയിലൂടെ കടന്നുപോയ നാളുകൾ. ആ ഘട്ടത്തിൽ അവർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, കണ്ടു നിൽക്കുകയല്ല, ഇടപെടുക തന്നെയായിരുന്നു ആ മനുഷ്യർ. അതുകൊണ്ട് ആയിരങ്ങൾക്ക് അത് തുണയായി. ഇന്നും സംഘടിതമായ സ്വഭാവത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നേറുന്നു. പ്രവാസി സമൂഹം നടത്തിയ ജീവകാരുണ്യ രംഗത്തെ വിസ്മയപ്പെടുത്തുന്ന ആ ദൗത്യത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. കടലുകൾക്കിപ്പുറത്താണെങ്കിലും പരദേശികളുടെ മനസ്സുകൾ നാട്ടിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി അത് ബോധ്യപ്പെടുകയാണ് ഈ ദുരിത നാളുകളിൽ. പുറം രാജ്യങ്ങളിൽ ഉപജീവനം തേടിയെത്തിയ മുഴുവൻ പേരും ഒരൊറ്റ മനസ്സായി ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചക്കാണ് ഗൾഫ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കേരളം അതിജയിക്കുമെന്ന ആത്മവിശ്വാസം നിറഞ്ഞ ആ വാക്കുകൾ അവർ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ആ ലക്ഷ്യത്തിനായി എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ബേക്ക് സൈഡിൽ നിന്ന് കിട്ടുന്ന കാശ് ഞങ്ങൾ കേരള റിലീഫ് ഫണ്ടിൽ കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ എങ്ങനെയും ഞങ്ങൾക്ക് കഴിയാവുന്ന വിധം, ഞങ്ങൾ കുട്ടികളിൽ നിന്നും കഴിയാവുന്ന വിധം മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് തീരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കും വേണ്ടപ്പെട്ടവരെല്ലാവരും അവിടെ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബുദ്ധിമുട്ട് തീർന്നിട്ട് കേരളം തിരിച്ച് പഴയ അവസ്ഥയിൽ തന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നവകേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രവാസം ആപൽഘട്ടത്തിൽ മറ്റെല്ലാം മാറ്റിവെച്ച് ഒരുമിക്കുന്നു. പരമാവധി സംഖ്യ സ്വരൂപിച്ചിട്ട് ഇനി അടുത്ത ഘട്ടമായ പുനരധിവാസ പാക്കേജുകളിലേക്ക് നീങ്ങുമെന്നാണ്. നാട്ടിലെ NGOകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തം ബാധിച്ച ചില റിമോട്ട് ഏരിയകൾ ഏറ്റെടുത്ത് യൂത്ത് ഫോറം തന്നെ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയനാളുകളിൽ ഗൾഫ് മേഖലയിൽ നിന്ന് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു രക്ഷാദൗത്യത്തിൽ ഒരു കൂട്ടർ സജീവമായത്. സഹജീവികൾക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ എല്ലാ സംവിധാനങ്ങളും അവർ പ്രയോജനപ്പെടുത്തി. പ്രേയിങ് ഫോർ കേരള എന്നുള്ള ഒരു ഹാഷ്ടാഗോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിരുന്നെങ്കിൽ പിന്നീട് അത് വളരെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ അത് ഡൂയിങ് ഫോർ കേരള എന്ന നിലയിലേക്ക് എത്തി. അതായത് അത്രമാത്രം ചെയ്യേണ്ടത്, ആ ഒരു സമയത്ത് എത്രമാത്രം ഇടപെടണം എന്ന് മലയാളികൾക്ക് അറിയാം. ആരും പറയാതെ തന്നെ അവധിയെടുത്ത് സ്വന്തം നാടിന്റെ രക്ഷയ്ക്കായി അവർ വിഭവങ്ങൾ ഒരുക്കി. സാധ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും സംഭരിക്കാൻ എല്ലാവരും മുന്നിൽ നിന്നു. സാധാരണപ്പെട്ട ആളുകൾ മുതൽ സമ്പന്നന്മാർ വരെ ഈ ഒരു ഉദ്യമത്തിൽ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തുച്ഛമായ വരുമാനമുള്ളവനും തൻ്റെ ഒരു ദിവസത്തെ വരുമാനത്തിന് തുല്യമായ സംഖ്യ ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കണം. സ്ഥാപനങ്ങളും സമ്പന്നരും മാത്രമല്ല, തികച്ചും സാധാരണക്കാരും തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി. ഇതിലൂടെ ടൺ കണക്കിന് ഉൽപ്പന്നങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചത്. സംസ്ഥാനത്തിന്റെ ആവശ്യകത കണ്ടറിഞ്ഞായിരുന്നു ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചത്. സാമ്പത്തിക സഹായങ്ങളായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികളിലായിരിക്കും, ജില്ലാതലത്തിലായാലും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽ ബേസിലുള്ള സഹായങ്ങൾ. നമ്മളിവിടുന്ന് പോർട്ടിലേക്ക് കൊച്ചിൻ പോർട്ടിലേക്ക് ലക്ഷക്കണക്കിന് ദിനാറിൻ്റെ സാധനങ്ങൾ നമ്മളിവിടുന്ന് കയറ്റി അയച്ചിട്ടുണ്ട്. പ്രളയം ശക്തമായ ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രവാസികൾ ദുരിതാശ്വാസ സഹായ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരുന്നു. വിവിധ കാർഗോ കമ്പനികൾ സൗജന്യ സേവനം വാഗ്ദാനം ചെയ്തതോടെ ആവേശം ഇരട്ടിയായി. ബഹ്റിനിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കണ്ടമാനം സാധനങ്ങൾ നമുക്ക് തരികയും അത് കയറ്റി അയക്കുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റിനിലെ എല്ലാ സംഘടനകളുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഇതിൽ നമുക്ക് അനുഭവപ്പെട്ടു. എണ്ണമറ്റ ജീവകാരുണ്യ സംഘടനകൾക്ക് വേണ്ടിയും പ്രവാസികൾ ഉറക്കമിളച്ച് നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹവായ്പ പ്രകടിപ്പിക്കുകയായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസത്തെ സാലറി നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ എല്ലാ മാസവും ഈ സംഘടനയിലൂടെ നമുക്ക് ഈ കാശ് നാട്ടിൽ എത്തിക്കുവാൻ സാധിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, അത് കമ്പനി ആയിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, എന്ത് സ്ഥാപനമായാലും അതിൻ്റെ സ്പോൺസേഴ്സുമായിട്ട് ആലോചിച്ച് അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും ചേർന്ന്, സ്പോൺസറും ചേർന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യാം. സാധന സാമഗ്രികളയച്ചും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ബലം നൽകിയും പ്രവാസി കൂട്ടായ്മകൾ മുന്നിൽ നിന്നു. എല്ലാ വിഭാഗീയതകൾക്കും അവർ താൽക്കാലിക വിട നൽകി. പലരും നേരിട്ട് സഹായം എത്തിക്കുന്നതിനും
ആണ് കൂടുതൽ ആൾക്കാരും താല്പര്യപ്പെടുന്നത്. പക്ഷേ എങ്കിലും നല്ലൊരു വിഭാഗം ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ നേരിട്ട് അയച്ച ആൾക്കാരുമുണ്ട്. പരദേശത്തെ മാധ്യമങ്ങളും പിന്തുണയേകി. മീഡിയ വണ്ണും ഗൾഫ് മാധ്യമവും ഉൽപ്പന്ന സമാഹരണത്തിന് വഴിയൊരുക്കി. ഇന്നലെ ഉച്ച തുടങ്ങി ഇവിടെ പാക്കിംഗ് ടീം ഒരു 10-50 പേരുള്ള ടീമുകൾ സജീവമായിട്ട് പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഓൾറെഡി 2 ടൺ DHL ത്രൂ ഇങ്ങോട്ടേക്ക് കോഴിക്കോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇന്നലെ കയറ്റി വിട്ട് കഴിഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങളും സൗജന്യ ഭവന നിർമ്മാണ പദ്ധതികളും വിദ്യാഭ്യാസ സഹായവും ഉൾപ്പെടെ പല ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ വ്യക്തികളും സ്ഥാപനങ്ങളും സന്നദ്ധത അറിയിച്ചു. ബോട്ട് മുതൽ ജീവൻ രക്ഷാ മരുന്നുകൾ വരെ നാട്ടിലേക്ക് പ്രവഹിച്ചു. എല്ലാവരും ഒന്ന് കൈകോർത്തുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സന്മനസ് കാണിക്കണം. വിദേശ രാജ്യങ്ങളടക്കം ഒരുപാട് സഹായങ്ങൾ തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മളത് നല്ല മനസ്സുകൂടെ തന്നെ അത് ചെയ്ത് നമ്മളെ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഇനി പുനരധിവാസം എന്ന വലിയ ലക്ഷ്യമാണ് കേരളത്തിന് മുന്നിൽ. അവിടെയും പ്രവാസി സമൂഹം നിരാശപ്പെടുത്തില്ല, തീർച്ച.